കൊച്ചുത്രേസ്യ പുണ്യവതി പറയുന്നത്, പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു ഉന്മേഷമാണ്. നമുക്കോ വാവുളിയാണ്, ഉറക്കം തൂങ്ങലാണ്. ചിന്തിച്ചോളതൊക്കെ തന്നെ അല്ലേന്ന്. പ്രാർത്ഥനയ്ക്ക് വന്നിരുന്ന നമ്മൾ കോട്ടവായിടും, പ്രാർത്ഥനയ്ക്ക് വന്നിരുന്ന നമ്മൾ ഉറക്കം തൂങ്ങും, അല്ലെങ്കിൽ അവിടെയും നോക്കി ഇവിടെയും നോക്കി അതും ചിന്തിച്ച് ഇതും ചിന്തിച്ച് പ്രാർത്ഥന സമയം തീർത്ത് നമ്മളങ്ങ് പോവും. ഇത് പ്രാർത്ഥനയല്ല കേട്ടോ, അത് പ്രാർത്ഥനയല്ല. അപ്പോൾ കൊച്ചുത്രേസ്യ പറയുന്നത് ഒരു ഉന്മേഷമാണ്, സ്വർഗത്തിൻ്റെ നേർക്കാഴ്ചയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രാർത്ഥനയ്ക്ക് ഇരുന്നപ്പോൾ സ്വർഗത്തെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്വർഗത്തെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? കൊച്ചുത്രേസ്യ പള്ളിയിൽ പ്രാർത്ഥിക്കാൻ വന്നിരുന്ന, പള്ളിയിൽ ഇരിക്കണമെന്നില്ല, അവൾ പ്രാർത്ഥിക്കാനിരുന്നാൽ അപ്പോൾ കാണുന്ന സ്വർഗമാണ്. ആ ഒരു അനുഭവത്തിലേക്ക് നമുക്ക് വരണോ വേണ്ടയോ? വേണം. പിന്നെ കൊച്ചുത്രേസ്യ പറയുന്നത് എന്താണ്? പിതാവിൻ്റെ മടിയിലുള്ള വിശ്രമമാണ് എനിക്ക് പ്രാർത്ഥന. എൻ്റെ പിതാവിൻ്റെ മടിയിൽ ഞാനങ്ങ് കിടക്കുക, സ്വർഗവും കണ്ട്. ഇത് നമുക്കാർക്കെങ്കിലും പറ്റൂ? പക്ഷേ കൊച്ചുത്രേസ്യയുടെ ജീവിതത്തിലെ ജീവിത ചരിത്രത്തിൽ ഒരു കൊച്ചു സംഭവം ഞാൻ പറഞ്ഞേക്കട്ടെ പെട്ടെന്ന്. കൊച്ചുത്രേസ്യയും സെലിൻ ചേച്ചി, അവർ ചേട്ടത്തി പറ 5 പേരാണല്ലോ. അതിൽ സെലിൻ ചേച്ചിയും ഒരുമിച്ച് യാത്രയാണ്. എവിടേക്കാണെന്നറിയോ? അങ്കിളിൻ്റെ വീട്ടിൽ പോവുകയാണ്. എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അമ്മ രോഗിയാണേ. അപ്പോൾ അമ്മയ്ക്ക് രോഗം മൂർച്ഛിച്ച്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ്, ഈ കൊച്ചുങ്ങളെ ഇനി ഇവിടെ നിർത്തരുത്, 3 വയസ്സും 4 വയസ്സൊക്കെ ഉള്ള പികിരികളാണ്, അവർ അമ്മയുടെ പുറത്ത് കിടന്ന് മറിയും, അതുകൊണ്ട് കുഞ്ഞുങ്ങളിവിടെ നിർത്തരുത്, ഇവരൊന്ന് മാറ്റണേ, എന്നാലേ അമ്മയ്ക്ക് സ്വസ്ഥത കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ 2 മക്കളെയും കൂടി അങ്ങ് അങ്കിളുടെ വീട്ടിലോട്ട് പറഞ്ഞു വിടുകയാണ്. 2 മക്കളും കൂടി അങ്കിളുടെ വീട്ടിലോട്ട് പോവുകയാണ്. അവിടെയാണെങ്കിൽ ആൻറ്റിക്ക് ഇതുപോലത്തെ 3 വയസ്സുള്ള ഒരെണ്ണം ഉണ്ട്. അപ്പം അത് തലകുത്തി മറിച്ചിൽ ഒരു ഇതുമില്ലാതെ ഇങ്ങനെ നടക്കുന്ന ഒരു കൊച്ചാണ്. അപ്പം യുദ്ധങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ട്, ഇവർ ഭയങ്കര പ്രാർത്ഥനക്കാരാണ്, പ്രത്യേക കൊച്ചുങ്ങളാണ് എന്നൊക്കെ കേട്ടിട്ടുണ്ട് ആൻറ്റി. അപ്പം ഈ കൊച്ചുങ്ങൾ വരുന്നത് കേട്ട ഉടനെ ആൻറ്റി ഇങ്ങനെ നോക്കിയിരിക്കുക, ദൈവമേ എൻ്റെ മക്കൾ വരുന്നു, അവരെ ഒന്ന് കാണാനൊന്ന്, രണ്ടാമത് അവർ എന്താ ഞാൻ ചെയ്തു കൊടുക്കണേ എനിക്കറിയില്ല എന്ന് പറഞ്ഞ് ആൻറ്റി ഇങ്ങനെ കാത്തിരിക്കാൻ വന്നപ്പോൾ ആദ്യമേ ആൻറ്റി ചോദിച്ചു, മക്കളെ ആദ്യം എന്താ ചെയ്തു തരണ്ട ആൻറ്റി എന്ന് ചോദിച്ചു. ഉടനെ കൊച്ചുത്രേസ്യ പറഞ്ഞു, ഞങ്ങൾ ധ്യാനിച്ചിട്ടില്ല. ഒന്ന് ചിന്തിച്ച് നോക്ക്, വയസ്സ് 3. നിങ്ങളിപ്പോഴെങ്കിലും ധ്യാനിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ? ഇത്രയും വയസ്സായിട്ട് ധ്യാനിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ? ആ 3 വയസ്സുള്ള കൊച്ചു പറയുകയാണ്, ഞങ്ങൾ ധ്യാനിച്ചിട്ടില്ലെന്ന്. ആൻറ്റി ഉടനെ തന്നെ പ്രാർത്ഥനാ മുറിയിൽ തടുക്കിട്ട് കൊടുക്കുകയാണ്. മുട്ടൂത്തി കയ്യും കൂട്ടി പിടിച്ച് കണ്ണോടെ ചെന്ന് പ്രാർത്ഥിക്കുന്ന രംഗം കണ്ടിട്ട് തൻ്റെ മോളെ നോക്കിക്കൊണ്ട് വെക്കുകയാണ്. തൻ്റെ മോളോടെ തലകുത്തി പറയുക, തിങ്ങളോ. അപ്പോൾ കൊച്ചുത്രേസ്യ പുണ്യവതി ചെറുപ്പം തുടങ്ങി ദൈവത്തെ ഇതുപോലെ കണ്ടു വളർന്നവളാണ്. നമ്മൾ ഈ നേരത്തെങ്കിലും അതിനൊന്ന് പാകപ്പെടണം.